ഉണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചോണ്ട് അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എന്റെ അമ്മ രേണു ചെയ്ത പ്രവർത്തികളിൽ ഒട്ടും 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 ആ സോള് കണക്റ്റഡും അല്ല, ഹാപ്പിയും. കിച്ചുവിന്റെ കൂടെയും ഋത്തപ്പന്റെ കൂടെയും മാത്രം. ഇപ്പൊ ശരിക്കും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും കിച്ചും രേണുവിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതൊരു പക്ഷേ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടന്റ് എടുക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കൂടെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. കാര്യം കിച്ചുവിനെ ഒരുപാട് അങ്ങോട്ട് മോശക്കാരനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്ത് റിയാക്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. ഇപ്പം ഒരുപാട് പേർക്കെടുത്ത് റിയാക്ട് ചെയ്തു. എന്നാലും അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എടുത്തത്. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ കിച്ചുവിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന മൊത്തം കിച്ചു വളരെ മോശപ്പെട്ട ഒരു വ്യക്തി, രേണുവിനോട് വരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വെക്കുന്നത്. രേണു ഇതിനു മുമ്പും ഒരുപാട് തവണ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു കിച്ചുവിനെ പറ്റി പറയുമ്പോൾ കിച്ചു തന്നെ വന്നേച്ച് പറഞ്ഞാലും ഇനി ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു വരെ എനിക്കെതിരെ പരാതി വരും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേണു ഒന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ചോദിച്ചായിരുന്നു. അപ്പോൾ രേണു പറഞ്ഞത് എനിക്കറിയത്തില്ല, ഞാനിപ്പോഴാണ് അത് കേൾക്കുന്നത് എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ എപ്പോഴും അവർ പറയാറുണ്ട് അവരുടെ മൂത്ത മകനാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കിച്ചുവിനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിനിടയ്ക്കും ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോഴത്തേക്ക് രേണു അത് കണ്ണടച്ച് രേണുവിൻ്റെ അഴിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത പല പോസ്റ്റുകളും ഉണ്ട്. അപ്പം ഈ ഒരു പുള്ളി കഴിഞ്ഞ ദിവസം സജിനയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. സജിനയുടെ വിളിച്ച് ഏതാണ്ടൊക്കെ ഇവർ രേണുവിന് സീരിയസ് ആകുന്നു. പക്ഷേ അത് സജിന മാത്രമല്ലായിരുന്നു തന്നിട്ടത്, നമ്മുടെ ദിയാസനയൊക്കെ ഇട്ടായിരുന്നു. എന്നിട്ട് ദിയാസനയുടെ പേരും പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞ് ഇത് അവരുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ ആ വീഡിയോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. രേണുവിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴാണ് ഇയാളെ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ രേണു എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവനോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയും, പക്ഷേ ആരാ നീ അത് പറയല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണോന്നും അറിയത്തില്ല കേട്ടോ. എന്നാണേലും ഇദ്ദേഹം പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ സബ് ചെയ്ത കാണണമെങ്കിൽ സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പിന്നെ ഇതിനകത്ത് ചിലരൊക്കെ ഒന്ന് ചോദിക്കും ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നം പബ്ലിക്കിലേക്ക് വന്നതുകൊണ്ടല്ലേ എടുക്കുന്നത്? നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കുടുംബ പ്രശ്നം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങളത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പബ്ലിക്കിലേക്ക് വരുന്നത് കൊണ്ടാണ് എല്ലാവരും എടുത്തിച്ച് റിയാക്ട് ചെയ്യുന്നത്. അതല്ല, ഇത് പബ്ലിക്കിലേക്ക് വിടാൻ പാടില്ല, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ടത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇവരൊക്കെ തന്നെയാണ് അത് അവരുടെ വീടുകളിൽ സംസാരിച്ച് തീർക്കേണ്ടത്. പക്ഷേ ഇവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോന്ന് ഇട്ട് കൊടുത്തേച്ച് കുറച്ച് പേര് പറയുന്നത് മാത്രം സത്യങ്ങൾ, കുറച്ച് പേര് പറയുന്നത് മാത്രം കളകൾ, അങ്ങനെ നമുക്ക് അത് കാണുമ്പോഴാണ് നമ്മൾ എടുത്തിച്ച് റിയാക്ട് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് അൻഷാദ്. ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. രേണു ഒന്ന് ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാവും. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ഇത്രയും കേട്ട് ഇതിപ്പോൾ ഇവൻ ആ കൊച്ചിനെ കയറി പരനാറിയെന്നാണ് വിളിച്ചേക്കുന്നത്. ഇവൻ എന്ത് യോഗ്യതയാണ് ആ കൊച്ചിനെ അങ്ങനെ വിളിക്കാനായിട്ടുള്ളത്? എന്ത് യോഗ്യതയാണ്? ഞാൻ പറഞ്ഞ് നമുക്ക് മറ്റുള്ളവർ എന്നാ കാണിച്ചാലും നമുക്ക് നോക്കത്തില്ല. അതേസമയം നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഇവനാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്ത് സന്തോഷിച്ച് കൊള്ളാം അമ്മ അടിപൊളിയാന്ന് പറഞ്ഞ് നിൽക്കുമോ? അങ്ങനെ നിൽക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അത്രേ ആ കൊച്ച് പറഞ്ഞത്. അതിന് എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്ത് മോശമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ആ കൊച്ച് ആ കാര്യം വന്നിച്ച് പറഞ്ഞത്. ഇന്ന കാര്യമാണ്. എനിക്കത് അതുപോലെ അവന് വിഷമം ഉണ്ടായതുകൊണ്ടായിരിക്കും അവനൊരു പക്ഷേ ഒന്ന് സോഷ്യൽ മീഡിയ പറയാം. കാര്യം ഇവർ ലൈഫും കാര്യങ്ങളും മൊത്തം സോഷ്യൽ മീഡിയയിലാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും കിച്ചു കാണാൻ ചെന്നില്ലെങ്കിൽ അതൊരു ഫോൺ എടുത്ത് വെച്ച് വിളിച്ച് അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കിച്ചുവിനെ വിളിക്കുക, കിച്ചു മോനെ നീ വരണം, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് നിന്നെ കാണുമെന്ന് ആഗ്രഹമുണ്ട്, നീ ഇപ്പോൾ അവളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് എന്ന് പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതിന് പല സോഷ്യൽ മീഡിയ വന്നിച്ച് കിച്ചു എന്നെ കാണാൻ വന്നില്ല, കിച്ചു എന്നോട് മിണ്ടിയില്ല, കിച്ചു എനിക്കറിയില്ല, ഞാൻ 11 വയസ്സ് മുതൽ വളർത്തിയൊരു മകനാണ്, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇവരെടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറുക്കൻ എടുത്ത് വാരിയിട്ട് കലക്കുവാണ് ചെയ്യുന്നത്. അത്രേ അവരാണ് തുടക്കമിട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ അവനെ എല്ലാവരും എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാവരും സങ്കടം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികം അവനും അങ്ങ് പോയി. കാര്യം അവനെ ഈ പരസ്യമായിട്ടാണ് വന്നത് ചീത്ത വിളിക്കുന്നത്, അല്ലാതെ രഹസ്യമായിട്ടൊന്നും അല്ലാതെ ചീത്ത വിളിക്കുന്നത്. പരസ്യമായിട്ടാണ് കിച്ചുവിൻ്റെ ഐഡിയയിലൊക്കെ ചെന്നിച്ച് കിച്ചൻ, അത് ഇവരുടെ ആൾക്കാരൊക്കെ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്നുള്ളവരൊന്നും അല്ല. കാര്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും അവരമ്മയും മോനും തമ്മിലുള്ള പ്രശ്നമാണ്, അവരത് എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ഇതുപോലെ വന്ന് പച്ചത്തെറിയ കൊച്ചിനെ വിളിക്കുമ്പോൾ അവൻ പ്രതികരിച്ച് പോകും. പിന്നെ രേണു എന്ന് പറയുന്ന വ്യക്തി 7 അടി 8 അടി ഹൈറ്റുള്ള വ്യക്തിയൊന്നുമല്ല. അവർക്ക് ആവറേജ് ഒരു കൊച്ചു പിള്ളേരുടെ എത്ര ഒരു പൊക്കമേ ഉള്ളതെന്ന് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും പൊക്കമുള്ളൊരു രേണു ഏക്കാലും കയ്യെത്തത്തില്ലല്ലോ ഫാനിൽ. ആ ഫാനിൽ അങ്ങനെ ചെയ്ത് തൂങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാളും കഴുത്തെ പാട് വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആകുമ്പോഴത്തേക്ക് ചെല്ലുന്നതേ അവരെ ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലോട്ട് വിടത്തില്ല.
അവിടെ അഡ്മിറ്റ് ആക്കുക തന്നെ ചെയ്യും. ICUലാണെന്നാണ് പറഞ്ഞത് ഇല്ലേ? പുള്ളി ICU എന്നല്ലേ പറഞ്ഞത്? ഒന്ന് കേട്ടോട്ടെ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഓക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ICU എന്നല്ല, ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്രയാണെങ്കിലും കഴുത്തിൽ ഒരു തുണി മുറിയാല മുറിയേൻ്റെ ഒരു പാടെങ്കിലും കാണും കഴുത്തിൽ. അങ്ങനെ എന്നതെങ്കിലും ഒരു ചെറിയ രീതിക്കെങ്കിലും വരും. പക്ഷേങ്കിൽ ഈ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാണ് രേണു ഒരുപാട് 2 റീൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അനുമോള്, പിന്നെ മറ്റേ ആദിലനൂർ അവർ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ നിന്നുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാമേ. ഈ ഒരു റീലിനകത്ത് രേണു ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. രേണുവിന് കുഴപ്പമൊന്നുമില്ല. രേണു ചിരിച്ച് സന്തോഷമായിട്ട് നല്ലൊരു പാട്ടൊക്കെ കേട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. തളിരിലെ തൂവലം നീയൻ മനസ്സിൽ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ അതിട്ട് റീൽ ചെയ്യുവാണ്. അതിട്ട് കൈക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. കൈക്ക് നല്ല വേദനയാണെന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ പറയുന്ന ആൾക്ക് യാതൊരു വ്യത്യാസവും കാണുന്നില്ല, യാതൊരു കുഴപ്പവും കാണുന്നില്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവർ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ റീല് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു റീൽ, ഈ ഒരു റീലും അവർ ചെയ്യുന്നുണ്ട്. അതിനകത്തും അവർ കഴുത്തിൽ അങ്ങനെ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. ആ കൊന്തയാണ് അവർ കഴിക്കുന്നത്. ഒരു ക്രിസ്തീയ ഗാനം പോലത്തെ ഗാനം കേട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ കഴുത്തിൽ ഒരു ചെറിയ പാട് പോലും അങ്ങനെ ഒരു ചുമപ്പോ കാര്യങ്ങളോ യാതൊന്നുമില്ല. ഇതൊന്നുമില്ലാതെ ഇവർ ഇങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്ന് പിന്നെ രേണു ഇതെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുമില്ല. സാധാരണ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും രേണു എടുത്തൊന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്, അങ്ങനെ പോസ്റ്റും ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പറയുന്നതാണ് കേൾക്കുന്നത്. ഈ ഒരു കാര്യമാണ് പറയുന്നത് കേൾക്കുന്നത്. കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഞെട്ടിപ്പോയി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക്. ഇത്ര പെട്ടെന്ന് ഇന്നലെ വരെ ഇന്ന് വെല്ലുവിളിച്ച് അത്രയും സ്ട്രോങ് ആയിട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് എന്നതിനാണ് ഇങ്ങനെ ചെയ്ത് എന്നൊരു ചിന്തയായിപ്പോയി. പിന്നെ വേറൊരു കാര്യം, ഋതപ്പിന് വേണ്ടി ഞാൻ ജീവിക്കും, ഋതപ്പിന് വേണ്ടി ഞാൻ എണീറ്റ് വരുമെന്ന് പറഞ്ഞ രേണു എന്നെ എന്തിന് ചെയ്തു എന്ന്. കിച്ചു അങ്ങനെ ഒരു കാണിച്ചെന്നും പണ്ട് ഒരിക്കലും രേണു ചെയ്യാൻ പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിനെ നമുക്ക് ശരിക്കും അതിനേക്കാൾ കൂടുതൽ രേണുവിനെ ആക്രമിച്ചിട്ടുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് രേണു പോകില്ലെന്ന് പറഞ്ഞ ഇന്നൊരു വ്യക്തിയാണ്. ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അവിടെ കിടന്ന് പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞ് റാസക്കൈമ പോകും, അവിടെ തിരിച്ചു ഞാൻ വരും, ഞാൻ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് എല്ലാം ഒരു നിസ്സാരമായിട്ട് കണ്ടൊരു വ്യക്തിയാണ് രേണു. ആ ഒരു വ്യക്തി ഇപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിന് ഇപ്പോൾ ശരിക്കും നെഗറ്റീവായിപ്പോയി. കിച്ചു വന്ന് ആ ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല രേണുവിന് നെഗറ്റീവായത്, രേണു അതിന് റിയാക്ട് ചെയ്ത രീതിയാണ് രേണുവിന് നെഗറ്റീവായി പോയത്. ആ റിയാക്ട് ചെയ്ത രീതി നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് ഈ പൊട്ടൻ ഈ ഒരു ആത്മഹത്യയും കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. ആത്മഹത്യക്ക് ഒരാൾ ശ്രമിച്ചാൽ അയാളുടെ പേരിലൊരു കുറ്റം വരുന്നതാണ്. അതൊന്നും അറിയാതാണെന്ന് തോന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാമെന്ന് കേട്ടോ. പുള്ളിയാണ് എല്ലാം വന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും കിട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോവും. എന്നിരുന്നാൽ പോലും ഞാൻ പറയാമല്ലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൊച്ചിനെ പറ്റി പറഞ്ഞാണ് അമ്മ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലാകും കിച്ചുവിൽ നിന്ന് എന്ത് പ്രശ്നമാണ് രേണുവിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ഏത് മനുഷ്യർക്കും മനസ്സിലാകും, ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. അമ്മയായിട്ട് കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനപ്പുറമായിട്ട് 11 വയസ്സുള്ളൊരു കൊച്ച്, ആ കൊച്ച് എന്നതായിട്ടാണ് കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ കൊച്ചിന് 17-18 വയസ്സും കൂടെ ആയപ്പോഴാണ് തോന്നുന്നു സുധി മരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ വരെ വളർന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ടല്ലോ മയക്കുമരുന്നിന് അടിമയായിപ്പോയി അവൻ ദുശ്ശീലങ്ങളിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴാണ് ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലഹരിയുടെ ഇതിൽ പോയ സമയത്ത് അവൻ എന്തെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് അവനെ പറഞ്ഞ് നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും. കാര്യം അവൻ്റെ സ്വഭാവത്തോട് ചെയ്തതല്ലായിരിക്കും ചിലപ്പോൾ അത്. കുറേ അമ്മമാരും എല്ലാം എടുത്ത് തൊള വെച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ആക്രമിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറച്ച് പേര് വേണ്ടി അവൻ്റെ സൈഡും പറയാനായിട്ട്, കുറച്ച് പേരെങ്കിലും വേണ്ടി അവന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാനായിട്ട്. അവനൊന്നും വന്ന് സംസാരിക്കാത്തവന്, അവനെ കൊണ്ട് പറയിപ്പിക്കാത്തത് കിള്ളി പറയിപ്പിച്ച് കഴിയുമ്പോഴാണ് അവൻ എന്നേലൊക്കെ വന്നെന്ന് പറയുന്നത്. അവൻ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് ഏറ്റവും ഒരു പറച്ചിൽ തന്നെ പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നത്. നല്ലൊരു പണി കിട്ടുന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞേച്ചും പോകുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ, ആരെങ്കിലുമൊക്കെ അവർക്ക്. ഇപ്പം ഈ ഒരു വിഷയം നടന്നു കഴിയുമ്പോഴത്തേക്ക് എത്ര പേരെന്നറിയോ സോഷ്യൽ മീഡിയ വന്നേച്ച് അവനെതിരായിട്ട് വീഡിയോ ചെയ്യുന്നതും അവനെ മോശക്കാരനാക്കാനായിട്ട് എത്രമാത്രമാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചെയ്യട്ടെ, ഇത്രയും മോശമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിനെയാണോ രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവൻ എൻ്റെ മൂത്ത മോനെ, എൻ്റെ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചതാണ്, എന്നിട്ട് അവൻ എന്നെ കാണാൻ വന്നില്ല. ഇങ്ങനൊരു മോശം അനുഭവം ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അമ്മ ഒരിക്കലും ആ മകനെ കാണാൻ ആഗ്രഹിക്കുകയില്ല,
ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അത് ഏത് അവസ്ഥയിൽ കിടന്നാലും കാണാൻ ആഗ്രഹിക്കുകയില്ല. കാര്യം അവൻ അമ്മയായിട്ട് ഒരിക്കൽ പോലും അവൻ അമ്മയായിട്ട് ഒരു നിമിഷമെങ്കിലും അങ്ങനെ അല്ലാതെ അവരുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരമ്മമാരും പിന്നെ ആ ഒരു മകനെ കാണാൻ ആഗ്രഹിക്കത്തില്ല. കാര്യം അവൻ ആ ഒരു നിമിഷമെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ രേണു പിന്നെ എന്നതിനാണ് കിടന്ന് കരയുന്നത്? എന്നതിനാണ് കരയുന്നത്? അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടാണോ വീണ്ടും ഈ കിച്ചുവിന് രേണു പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്? രേണുവിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഒരു വ്യക്തി കാണിച്ച ആളുടെ അടുത്താണോ? ഏക്കാലും ജന്മം കൊടുത്ത മകനൊന്നും അല്ലല്ലോ, പോറ്റുമ്മയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തോന്നിയാസോടെ കാണിച്ചെന്നും കൂടെ അറിയുവാണെങ്കിൽ പിന്നെ എന്നത്തിനാണ് ഇവർ പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഇവർക്ക് പറയാൻ എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല, എനിക്ക് നിന്നെ യാതൊരു ഇഷ്ടവുമില്ല, നീ കാണിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല, നിന്നെ എനിക്കൊരു മകനായിട്ട് ഞാൻ കാണുന്നുമില്ല, നീ എന്നെ അമ്മയായിട്ടും കാണണ്ട. അവിടെ തീർന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സോഷ്യൽ മീഡിയ വന്നിച്ച് അമ്മയും മോനും വന്ന് പറഞ്ഞ് ഭയങ്കര കെട്ടിപ്പിടുത്തമായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ അന്നേരം നീ മോൻ ഇച്ചിച്ചി അല്ലായിരുന്നു അമ്മയ്ക്ക്. ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ ഈ ഒരു കേസ് കെട്ടി ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ട്. അമ്മയെ കാണാൻ പറഞ്ഞൊന്ന് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുമായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിയുവിനകത്തോട്ട് ആരെ കാണിക്കുകയില്ല, കയറ്റുകയില്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനമൊന്നും പറയണ്ട. വേറെ നാറിയമാണ് ഉള്ള കാര്യം ഞാൻ പറയല്ല. ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കല്ലേ കേട്ടോ, ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇവൻ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമ്യ ചേച്ചീനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് നാറിയ നേരിട്ട് പരിചയമില്ല, എനിക്ക് ഇവനെ പരിചയപ്പെടാനോട്ട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു മുതലുമല്ല. അതിപ്പോൾ രേണുവിന് എതിരെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ മാത്രം പറയുന്നു. എന്നിട്ട് ഇതിൻ്റെ നേരത്തെ വന്ന് പറഞ്ഞില്ല, വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല പറയാം. ഇപ്പോൾ കിച്ചു നിൽക്കുന്നത് കിച്ചുവിൻ്റെ അപ്പൻ്റെ വീട്ടിലാണ്, സുധിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നതിൽ സുധിയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് കിച്ചുവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നീ ഇനി ബാ, ഞങ്ങളുടെ അടുത്തോട്ട് ബാ എന്ന് പറഞ്ഞ് വിളിച്ചവർ വരുത്തിയത്. അവരുടെ കൂടെ നിൽക്കുന്നത് അവിടെ അവരുടെ പെൺമക്കളുണ്ട്. അവരെല്ലാം ഉണ്ടായിട്ടും അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ ഇതുവരെ. അവരാരും ഒരു ഇതും പറയുന്നത് കേട്ടിട്ടുമില്ല. അവരൊക്കെ ഒന്നിച്ച് ടൂർ പോവുകയും അവരൊക്കെ സന്തോഷമായിട്ട് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കേസ് കേട്ട് കിച്ചു നേരത്തെ പറഞ്ഞാണ്, ഈ ഒരു കാര്യം ഉദ്ദേശിച്ച് തന്നെയായിരിക്കും കിച്ചു പറഞ്ഞത്. ഇതൊക്കെ സത്യമല്ലെങ്കിലുണ്ടല്ലോ, നീയൊക്കെ ഭയങ്കര ശാപമാണ് മേടിച്ചു വെക്കുന്നത്. ഒരു പുരുഷനെ മോശക്കാരനാക്കാൻ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. അത് ആ പെണ്ണ് പറയുന്നത് കേൾക്കാൻ ആൾക്കാർ കാണുള്ളൂ. അതിനെയുള്ള നിയമം പോലും കൂട്ടി നിൽക്കുന്നത് ഏറ്റവും വലിയൊരു കാരണമാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് കുറേ പൈസ എടുത്തു എന്നാൽ ഈ ബിഗ് ബോസിൽ പോയ കഥകൾ ഇനിയിപ്പോൾ അടുത്ത ഒരു വലിയ സംഭവമുണ്ട്. എനിക്ക് ഇവരെ ഒന്നും പറയുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് കേൾക്കാം. എതിരുന്നതാണ്, പക്ഷെ ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണു സുധിയെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. രേണുവിനെ കുറിച്ച് ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെക്കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതുന്നതാണ്, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, അവൾ രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിറ്റ്സോ അവളെ കാണാൻ ചെന്നില്ല എന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകനല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റുപറ്റി. റേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ്. അവന് അവന് അഭിമാനമുള്ളൂ. സുധിയുടെ മാത്രം മോനെന്ന് പറയുന്നത് കേൾക്കാനാണ് കിച്ചുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, അവൻ്റെ അപ്പൻ്റെ പേര് കൂട്ടി പറയുന്നത് തന്നെയാണ് അവന് ഇഷ്ടം. അപ്പോൾ ഇതിൽ ഇവരിത് പറയുന്ന കേട്ടോ, കിച്ചുവിനെ കാണാനില്ലെന്ന് ആരാണ് അപ്പോൾ സങ്കടം പറഞ്ഞത്? ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എന്നത്തിനാണ് അവർ സങ്കടപ്പെടുന്നത്? അവർ കാണാനൊന്നും ആഗ്രഹിക്കുന്ന എന്നത്തിനാണ്? ഞാനിടെ ആഗ്രഹിക്കത്തില്ല. ഇനിയിപ്പോൾ എന്നെ സംഭവിച്ചത് അവരിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ മരണക്കിടക്കെ കിടന്നപ്പോൾ നീ വരില്ല എന്നെ കാണാനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുപോലൊരു മോശം അനുഭവം, ഞാൻ മകനാണെന്ന് പറഞ്ഞ് എൻ്റെ കൊണ്ട് നടക്കുന്ന ഒരു മകൻ എൻ്റെ അടുത്ത് മോശമായിട്ടല്ലേ അവന് വേറൊരു ചിന്ത എന്നോട് തോന്നിയാൽ അവിടെ നിർത്തും. പിന്നെ അവനായിട്ട് എനിക്ക് ഒരു ബന്ധവും കാണുകയില്ല. പിന്നെ എനിക്ക് അവനായിട്ടൊരു ബന്ധവും കാണുകയില്ല. അവനെ പിന്നെ കൂടെ കൂട്ടാൻ കൊള്ളുകയില്ല. അതിന് എനിക്ക് രോഗാവസ്ഥയല്ല, ഞാൻ മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ പോലും. മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല, ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്രയൊരു അവസ്ഥയിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അവിടെ അതൊരു പരാതിയായിട്ടല്ല, ഒരു പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛോ ഇറക്കി ഈ കിച്ചോ എന്ന് പറഞ്ഞവൻ കെട്ടിയൊരുങ്ങി പോകാൻ ഇറങ്ങുന്ന, രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ടാവും പോയത്. അതിന് അവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? രേണു സുധി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോൾ
ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല, ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും. ഇതാരാ പറയുന്നത്? ശാരിക ചേച്ചി ഇതാരോടാ പറഞ്ഞത്? നിങ്ങൾ അവരെ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്ത് നാണം കെടുത്തി അന്ന് നിങ്ങൾക്കെതിരെ മുഴുവൻ ജനങ്ങളും തിരിഞ്ഞതാണ്. മുഴുവൻ ജനങ്ങളും തിരിഞ്ഞാണ്. അവർ അഭിനയിക്കത്തില്ല, നിങ്ങൾ കോമാളിത്തരമല്ലേ കാണിക്കുന്നത്, നിങ്ങൾ എന്നത്തിനാണ് ഗോഷ്ടി കാണിക്കുന്നത്, എത്ര മോശം വാക്കുകളായിരുന്നു നിങ്ങൾ രേണുവിനെതിരെ ഉപയോഗിച്ചത്. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒരു ഇന്റർവ്യൂ എടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തരിതപ്പായിട്ട് അതിനകത്ത് നിങ്ങൾ കുറച്ച് മാറ്റി ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നാണമില്ല സ്ത്രീയെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയാനായിട്ട്? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെയാണ് ഇവരെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വന്ന് ഈ വീഡിയോ ചെയ്യുന്നതോറും രേണുവിന് തന്നെയാണ് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം രേണു ഇതും എടുത്ത് രേണുവിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രേണു പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഇവരെ അകറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. സത്യം എനിക്ക് കിച്ചുവിനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്തത്. കാര്യം അമ്മയില്ല അപ്പനുമില്ല, ആരുമില്ലാതെ ജീവിക്കുന്ന ഒരു കൊച്ചാണത്. അമ്മയില്ല അപ്പനുമില്ല, ഈ ലോകത്ത് അവൻ ഒറ്റയ്ക്കെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒക്കെ ചുറ്റിനുണ്ടെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും ഇല്ലാതൊക്കെ വന്ന് അങ്ങനെ ജീവിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു വിഷമം. അപ്പനും അമ്മയും ഇല്ലാതെ വളരുന്നതിൻ്റെ ഒരു വേദന ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വേദനിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് പോകും. കിച്ചുവിനും അവൻ്റെ അപ്പനായിരുന്നു ഏറ്റവും വലുത്. അമ്മയെപ്പറ്റി അവൻ അങ്ങനെ ഒരു ഓർമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളോ അവൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എന്നതും അവനെ പറയാം എന്നും കൊണ്ട് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കാര്യം ആൺകുട്ടിയാണല്ലോ. ആൺകുട്ടികളെ പ്രത്യേകിച്ച് ആണുങ്ങളെ ആരും എന്നാ പറഞ്ഞാലും ആരും ചോദിക്കാനും പറയാനുമില്ല. എന്നാ വേണേലും ആണുങ്ങളെ പറയാം, ആണുങ്ങളെ ഇഷ്ടമുള്ളതെല്ലാം പറയാം. പക്ഷെ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിഷയമാണ്. അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്ക് അയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് രേണു പറയേണ്ടതാ, പക്ഷെ അവളത് പറഞ്ഞില്ല. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചു. ബിഗ് ബോസിന്റെ സമയത്തെന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അതോ അതിന് പുറത്തോ? അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഫോൺ കൊണ്ട് കയറാൻ പറ്റത്തില്ലെന്നാണല്ലോ അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ പറയുന്നത്. കിച്ചു അങ്ങനെ പൈസ ചോദിക്കുന്ന സമയത്ത് എന്തിന് രേണു കൊടുത്തുകൊണ്ടിരുന്നു? അതേ ചോദിക്കാനുള്ളൂ. ഇപ്പം നമ്മൾ സ്വന്തം മക്കൾക്കാണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കത്തില്ല. അവർ ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കും. ഇന്ന് അതേ ഉള്ളൂ, ഇല്ല ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞു വിടും. അങ്ങനെ എന്തുകൊണ്ട് വിടാതെ രേണു ഇതിനിങ്ങനെ വളം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു? ഈ പൈസ കൊടുത്ത് ഈ കിച്ചുവിനെ ഇങ്ങനെ വളം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അത് നല്ല കാര്യമാണോ ചെയ്തത്? അവരിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം, അത്രേ ഉള്ളൂ. ഏതൊക്കെയാണ് സുധി ഏക്കർ കണക്കിന് സ്ഥലവും മേടിച്ചിട്ട് കോടിക്കണക്കിനുള്ള ആസ്തിയും ബാങ്കിലുണ്ടാക്കിയിട്ട് ചല്ല പോയത്. അപ്പോൾ പിന്നെ അവരിൽ ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ലെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ അതല്ല കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നറിയോ? സുധി മരിച്ചു കഴിഞ്ഞ് ഇഷ്ടംപോലെ പൈസ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ടായിരുന്നു. അത് കിച്ചുവിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത് മറയ്ക്കാൻ വേണ്ടിയാണ് കിച്ചു ചോദിക്കുമ്പോൾ കിച്ചുവിൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പറഞ്ഞില്ല, അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൾ തലേക്ക് വെച്ച് എൻ്റെ പൊന്നു ശാരി കാശിനാടി കിടന്ന് വിളിക്കുന്നത് 1, 2, 100, 500 അല്ല അന്ന് രാഹുൽദാസിന് വേണ്ടിയിരുന്നത്. 2000, 3000, 4000, 5000 ആ കണക്കേ ഉള്ളൂ. ഇതെല്ലാം അവര് നിനക്ക് കൃത്യമായിട്ട് GPay ചെയ്ത് തന്നു. അവർ വളർത്തിയ മകനെന്നുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് അതെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തു പോയി. നാണം ഉണ്ടോടാ നിനക്ക്? ശാരിക ഈ പറയുന്നത് എനിക്ക് ശകലം പോലും യോജിക്കാൻ പറ്റുന്നില്ല. ഒരു മകൻ എന്നത്തിനാണ് 2000, 5000 ഒക്കെ രൂപയുടെ ചെലവ്? എന്നെ ആവശ്യം വന്ന ഒരു അമ്മയാണെങ്കിൽ ചോദിക്കണം, അത്രയും കൊടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ആ ചെന്ന് നിൽക്കുന്ന വീട്ടുകാരുണ്ടല്ലോ അവരോട് ചോദിക്കുക, ഇവൻ എന്നത്തിനാണ് ഇപ്പോൾ ഈ 2000, 5000 രൂപ ആവശ്യമെന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമായിരുന്നു ചെയ്യേണ്ടത് നല്ലൊരമ്മ. അല്ലാതെ ചോദിക്കുമ്പോൾ നാട്ടുകാരെ മൊത്തം കാണിച്ചു അവൻ പൈസയ്ക്കാണ് വിളിക്കുന്നത്, അയ്യോ അവന് പൈസ കൊടുക്കുന്നു, വേണ്ട അവന് പൈസ കൊടുത്തതിൻ്റെ തെളിവ് തേണ്ട എന്ന് പറഞ്ഞ് കാണിച്ചു നടക്കുന്ന നല്ല അഭിമാനം അന്തസ്സും. നല്ലൊരു അമ്മയാണെങ്കിൽ അവർ ആ പൈസ കൊടുക്കാതിരിക്കണം. നിനക്ക് എന്നാണ് ആവശ്യമെന്ന് ചോദിക്കണം. നീ അവിടെ ഇവിടെ പോയി നിൽക്കണം, നീ വീട്ടിൽ വന്ന് നിൽക്കുക, നിനക്ക് ആഹാരം കിട്ടിയാൽ പോരെ, അപ്പോൾ നിനക്ക് പൈസ ആവശ്യം വരുന്നില്ലല്ലോ, നീ വീട്ടിൽ വന്ന് നിൽക്കുക, നിനക്ക് ആഹാരം ഇവിടെ തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു. അതിന് പകരം നാട്ടുകാരെ മൊത്തം കാണിച്ച് ഞാൻ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. ഇപ്പോൾ എന്ത് അഭിമാനത്തോടെയാണ് അടുത്തൊരു സാധനം വന്നിരുന്നു പറഞ്ഞത് എന്ന് പറയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പറയും. ഇതിനേക്കാളൊക്കെ വേറൊരു കാര്യമാണ് ഞാൻ സത്യത്തിൽ വീഡിയോയിൽ പ്രധാനമായിട്ട് എടുക്കാനായിട്ട് കാരണം കേട്ടോ. നിങ്ങൾ സന്ദീപ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കുറേ ദിവസം കൊണ്ട് വരുന്നുണ്ട്. കുറേ ദിവസം കൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ഇത് റൂഹിജാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുടെ കാര്യമാണ് പറയുന്നത്. കാര്യം അവരുടെ റൂഹിജാൻ്റെ സഹോദരിയുടെയാണെന്ന് തോന്നുന്നു, അതോ റൂഹിജാൻ്റെ സഹോദരിയാണ് വന്നു, അങ്ങനെ റിഫയുടെ സഹോദരിയാണെന്നും പറഞ്ഞിട്ട് അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് കുറേ ദിവസങ്ങളായി കേട്ടോ. ഈ ഒരു വീഡിയോസ് ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ് പറയുന്നത്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളും വന്നിച്ച് അവരുടെ സഹോദരി ഈ റിഫ എന്ന് പറഞ്ഞ പുള്ളിക്കാരി മരണപ്പെട്ടാന്ന് തോന്നുന്നു, റിഫയാന്ന് തോന്നുന്നു മരണപ്പെട്ടത്.
അതിന് വന്നേച്ച് ഈ പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റൂഹിച്ചാൻ അങ്ങനെയുണ്ട് അവരുടെ പേര്. അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ സഹോദരി പെൺപാണിമോ മയക്കുമരുന്നോ അങ്ങനെ കുറേ സംഭവമായിട്ട് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. മറ്റേ സജിനയുടെ ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പുറത്ത് പെൺപിള്ളേരെ കൊണ്ടുവച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ ആ പെണ്ണ് മരണപ്പെട്ടു പോയതാണ്, അതിനെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. ആ കൊലപ്പെട്ട ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈ പുള്ളിക്കാരുടെ അടുത്ത് വന്ന് ഓരോരുത്തരെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ആത്മാവിനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ തെളിവായിട്ട് പറയുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ സന്ധ്യ വീഡിയോക്കത്ര അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രേണുവിന് ഇപ്പോൾ ഈ അസുഖം വന്നത് രേണുവിൻ്റെ ഭാഗ്യം കൊണ്ട് വന്നതാണ്, ഇല്ലെങ്കിൽ രേണു ഒക്കെ ഇത് പെട്ടു പോകുമായിരുന്നു, രേണുവിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് വിശ്വാസം വരുന്നില്ല. കാര്യം വെച്ചാൽ ഈ നൂറ്റാണ്ടിൽ ഇതൊന്നും ആരും വിശ്വസിക്കുകയില്ല. ആത്മാവുണ്ടെന്നും ആത്മാവ് അടുത്തൊന്ന് സംസാരിച്ചെന്നും ഇതൊന്നും പറയുന്ന ആരും വിശ്വസിക്കുകയില്ല. പക്ഷേ ചില സമയങ്ങളൊക്കെ നമ്മൾ പറയാറില്ല, നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി നമ്മുടെ പുറകിലുണ്ട്, നമ്മൾ പോലും അറിയാതെ. നമുക്ക് പല സമയത്ത് നമ്മൾ പറയുന്നത് ദൈവം കാത്തു എന്ന് പറയത്തില്ല, എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൂടെ ഒരു ശക്തി ഉണ്ടാകാറുണ്ട്. അത് എനിക്ക് ചിലപ്പോഴൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അടുത്തുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് അമ്മ എൻ്റെ അടുത്തുള്ള പോലെ, പക്ഷേ എൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് എനിക്കത് പരിഹരിച്ച് കിട്ടുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയും ഞാൻ ഒന്ന് സ്വപ്നം കണ്ടത്, ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ, ഇതൊന്നും സത്യമല്ലാന്ന് തോന്നും. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കൊരു ഇച്ചിരി ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ പറ്റാത്ത ഞാൻ ചേട്ടനും അതിന് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നതിന് മുന്നോട്ട് പോകുന്നത് എന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് കയറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിനൊരു മാറ്റം വന്നിരിക്കും ആ കാര്യത്തിന്. അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കളിയാക്കും, എൻ്റെ വേണേൽ ചീത്തയും വിളിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാണ്. ചിലർക്കൊക്കെ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണു സുധിയുടെ മണം എപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്, സുധിച്ചൻ എൻ്റെ കൂടുണ്ട്, എനിക്ക് സുധിച്ചൻ്റെ മണം നല്ലപോലെ കിട്ടുന്നുണ്ടെന്ന് രേണു നേരത്തേക്ക് എപ്പോഴും പറയായിരുന്നു. എപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ ആ സമയത്തൊന്നും രേണുവിനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം വെച്ചാൽ ഒരു റീല് അന്നൊക്കെ അവർ അഭിനയിക്കുന്നതിനൊക്കെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, അവർ എന്നതിനാണ് കുറ്റം പറഞ്ഞത്, അവർ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് പറ്റുന്ന പോലെ എല്ലാവരും മമ്മൂട്ടി മോഹൻലാലായിട്ടും നല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അവരും ഒക്കെ തുടക്കകാലത്ത് അവർക്ക് സിനിമ കാണുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എങ്ങനെ അഭിനയിച്ചിട്ടുള്ളതെന്ന് അറിയാം. എന്ത് പറയുന്നാലും അവരത് അഭിനയിച്ചോളൂ. പ്രജേഷിൻ്റെ കൂടെ ആൽബം ചെയ്ത സമയത്ത് ഒരുപാട് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തതാണ്. അന്ന് പ്രജേഷ് നല്ലപോലെ അഭിനയിച്ചു, രേണു ഒട്ടും അഭിനയിച്ചില്ലാതെ രേണുവിനെ ഒരുപാട് മോശക്കാരിയാക്കിയത്. ആ ഒരു ആൽബം നല്ലപോലെ കയറി പോവുകയും ചെയ്തതാണ്. ആ സമയത്തൊക്കെ ഞാൻ പറയും, ഇവർ ഈ വൃത്തികേടുകൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇവരെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് കമൻറ്റിലൂടെ ആണെങ്കിലും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ അന്ന് രേണു എപ്പോഴും പറയുന്നത് സുധിച്ചേൻ്റെ മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനൊക്കെ ചിന്തിച്ചിട്ടില്ല, ഇപ്പോൾ ആ മനുഷ്യൻ്റെ അനുഗ്രഹമായിരിക്കാം, ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഇതായിരിക്കാം ഇവർ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ കയറി വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ വലുതായിട്ട് അറിയത്തില്ല. ആകെപ്പാടെ വലിയ ഹൈറ്റോ വെയിറ്റോ ഉള്ളൊരു വ്യക്തിയല്ല അവർ, ഒരു വലിയ വണ്ണം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവരൊക്കെ അത്രയും ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മാവിൻ്റെ ശക്തി തന്നെയാണെന്ന് ഞാൻ എപ്പോഴും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു കലാഫീൽഡിലേക്ക് തന്നെ അവർ കയറി വന്നു, അത്രയും അവർ ഫെയിമാകുകയൊക്കെ ചെയ്ത്. അന്നേരമൊക്കെ ഞാനും ഇവർ പറഞ്ഞ് കേൾക്കുമ്പോൾ അത് ചിലരൊക്കെ ഇവരെ കളിയാക്കിയിട്ടുണ്ട്, സുധിച്ചാനുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ പറയും. പക്ഷെ അന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാര്യം എന്നാന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് അവർ തളരാതെ മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സുധിച്ചേൻ്റെ മണം അറിയാൻ പറ്റുന്നില്ല എന്ന്. അത് ഒരു പ്രാവശ്യം രേണു ഒരു വീഡിയോ പറയുന്നത് കേട്ടാണ്. അതപ്പോൾ ഈ സന്ദീപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാവേ. രേണുസുതി കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങളിലോടൊന്നും ആ ആത്മാവിന് യാതൊരു താല്പര്യവുമില്ല. ആ ആത്മാവ് ഇപ്പോൾ അവരുടെ മക്കളുടെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ കിച്ചുവിന്റെ കൂടെയാണ് ആ ആത്മാവ് ഇപ്പോൾ നിൽക്കുന്നത്. കിച്ചു തെറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ആത്മാവ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് റൂഹി ജാൻ ഇന്ന് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. റിഫയുടെ മരണം കൊലപാതകമാണ് എന്നും അതിന്റെ പിന്നിൽ സ്മഗ്ലേഴ്സ് ആണ് എന്നും ഗോൾഡ് സ്മഗ്ലിങ്ങും ഡ്രഗ് മാഫിയൊക്കെയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ റിഫയുടെ ആത്മാവിനെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്. വീണ്ടും അതിലേക്ക് തന്നെ കടക്കുന്നില്ല. പക്ഷെ അതിലേക്ക് കടക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. എല്ലാം കണക്റ്റഡ് ആയിട്ട് അവസാനം റിഫയിലേക്ക് തന്നെ എത്തുന്നത് പോലെ എനിക്കും ചെറിയ തോന്നലുകളൊക്കെ ഇപ്പൊ തോന്നി തുടങ്ങി എന്നുള്ളതാണ്. റൂഹി ജാൻ കൊല്ലസുധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രേണുവിന്റെ ചില പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്ത സുധിയുടെ ആത്മാവ് ഇപ്പൊ രേണുവിന്റെ അടുത്ത് നിന്നും പോയിരിക്കുന്നു. രേണു തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് എന്റെ അടുത്ത് ഇപ്പോ സുധിച്ചേട്ടൻ ഇല്ല എന്നൊരു ഫീല് വരുന്നു, പലപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്, ആ സ്മെല്ല് എനിക്ക് കിട്ടാറുണ്ട്. ഇതൊക്കെ നമ്മളൊരു തമാശയായിട്ടാണ് കേട്ടത്. എന്നാൽ റൂഹി ജാൻ പല കാര്യങ്ങളും പറയുമ്പോൾ ചിലതൊക്കെ കണക്റ്റഡ് ആയി കിടക്കുന്നു. ഇതാണ് ഞാനും പറഞ്ഞത്. ഈ സന്ദീപിന്റെ ചാനൽ എത്തുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തു. ആ ഒരു പെൺകുട്ടി മരിച്ചതിനെ പറ്റി ഒരുപാട് തെളിവുകൾ ഓരോരുത്തരിലൂടെ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ആത്മാവ് എന്ന് പറഞ്ഞത് നിയമത്തിന് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല, മനുഷ്യർ പോലും വിശ്വസിക്കുന്നില്ല, പിന്നെയാണ് നിയമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ വന്നിച്ച് പറയുന്ന ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, രേണു നിനക്കറിയാവുന്ന സത്യങ്ങൾ നീ തുറന്ന് പറയണം, നീ മറ്റുള്ളവരെ അറിയിക്കണം, നമ്മുടെ സംഭവമൊക്കെ എന്താ സംഭവിച്ചെന്നുള്ള നീ അറിയണം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ അതിലേക്ക് പറയണം. നമ്മൾ ഒരുപാട് പേരുടെ പേരും ഒക്കെ പറയുന്നുണ്ട്, അതുപോലെ കരിഷ്മയുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവർ ഈ പറയുന്ന എപ്പോഴും ഈ ആത്മാവിനെ പറ്റി ഈ സന്ദീപ് പറയുന്നത്, സന്ദീപ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴില്ല, സന്ദീപിന് ഇതൊക്കെ എന്നതോ സത്യങ്ങളുള്ള പോലെ തോന്നുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണും കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഈ ആത്മാവൊക്കെ സംസാരിക്കുന്നു, ആത്മാവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്ന് കണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഇവർ തന്നെ വന്നിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം. സുധി is not happy. സുധി രേണു ചെയ്ത പ്രവർത്തികളിൽ ഒട്ടും ആ സോള് കണക്റ്റഡും അല്ല, ഹാപ്പിയും. കിച്ചുവിന്റെ കൂടെയും ഋത്തപ്പന്റെ കൂടെയും മാത്രം.
ഇപ്പൊ ശരിക്കും വിഷമിക്കുന്നുണ്ട്. ആരെ ഒത്തിട്ടെന്നറിയാം, ഏറ്റവും കൂടുതൽ അവരുടെ മൂത്ത മകനെ ഒത്തു. കാരണം അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തൊക്കെയും വിഷമായിരിക്കാം, ചിലപ്പം രേണുവൊക്കെ വന്ന ലൈഫിന് ശേഷം എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ശരിക്കും സുധി എന്ന് പറയുന്ന സോള് കിച്ചുവിന്റെ നേരെ നല്ല പേടിക്കുക. അതുകൊണ്ട് തന്നെ കിച്ചു രക്ഷപ്പെടും. സോൾ പവറിന്റെ കണക്ഷൻ കിച്ചുവിന്റെ കൂടെ നല്ല രീതിയിൽ ഫാദറിന്റെ കണക്ഷൻ. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, കിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കിച്ചുവിന്റെ ഫാദറിന്റെ കണക്ഷൻ കിച്ചുവിന്റെ കൂടെയുണ്ട്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉണ്ടാവണമെങ്കിൽ എല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും തുറന്ന് പറയേണ്ടി വരും. എന്ന് മാത്രം ഈ പറഞ്ഞ റീനു സൂതി ആണെങ്കിലും കാദർകരിപ്പൊടിയാണെങ്കിലും എല്ലാവരും ദുബായിൽ എങ്ങനെയാണ്, എന്തിനാണ് ഈ കണക്ഷൻ നിങ്ങൾക്ക് ഉള്ളതെന്ന് സത്യം പോലെ പറയേണ്ടി വരും. അതാണ് റിഫക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് ആ പുള്ളിക്കാരുടെ സഹോദരിയുടെ പേരാണ് പറയുന്നത്. അവർക്ക് അതാണ് വേണ്ടത്. സത്യം പോലെ പറയണം എന്ന് പറഞ്ഞു. രേണുവിൻ്റെ പേര് ഇപ്പോൾ കുറേ പ്രാവശ്യം അതിനകത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിന് സുഖമില്ലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത്. രേണുവിന് ഇപ്പോൾ ഈ വയ്യാതായതും അത് രേണുവിന് ഒരു അനുഗ്രഹമായിട്ട് കരുതുക എന്നൊക്കെ വേണ്ട. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഇതിൻ്റെ ഈ ഒരു വിഷയത്തെ പറ്റി ഷബീന ബീബി ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരോട് ഒരുപാട് പേര് വോയിസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ കുറേ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആയിട്ട് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സാമ്യം തോന്നാറുണ്ട്. നമ്മളിതെല്ലാം കേട്ട് തള്ളി വിടത്തേ ഉള്ളൂ. ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെന്ന് പെടുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് അവർക്ക് ആരോടും പറയാൻ മേലാതെ കുറേ പേര് ജീവൻ ഒടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിയമമൊക്കെ വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ പല സമയങ്ങളിലും. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തവണ സജ്ജനയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അന്ന് ദിയാസനെ എടുത്തു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ആരും വില പോകുന്നില്ല. നിയമപരമായിട്ടാണെങ്കിൽ എന്ത് തെളിവ് സഹിതം ഉറയിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും നിയമത്തിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സംഭവിക്കുന്നതാണ്, ഏതെങ്കിലും എന്നതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കണം. അങ്ങനെയൊക്കെ ഇതിലൊക്കെ പോയി പെട്ട ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സോഷ്യൽ മീഡിയയിൽ, എന്നാലും അത് അധികം ദിവസം നിൽക്കത്തില്ല, കുറച്ച് ദിവസം ഒന്ന് ചർച്ച ചെയ്യാനും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം അത് ഇടാൻ വന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ സന്ദീപിൻ്റെ അത് കുറേ പ്രാവശ്യം ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നുണ്ട്. ഈ സുധീയുടെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം കിച്ചു ഓരോ ചൂടുകളും വെക്കുന്നത് നല്ല രീതിക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസമില്ലാത്തൊരു ഇത് കാണണ്ട കേട്ടോ എന്ന് ഞാൻ പറയുന്ന കാര്യം. ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് അനുഭവത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുമല്ലോ. അങ്ങനെ ചില കാര്യങ്ങളിലൂടെ എനിക്കും ചില അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതാക്കിയത്. അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. സന്ദീപിൻ്റെ ചാനലിനകത്ത് ബാക്കി വീഡിയോ ഫുള്ളായിട്ട് കിടപ്പുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് അത്രയും കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. എന്താണ് ഇങ്ങനെയാണ് ഇത്, നിങ്ങൾ വിശ്വസിക്കാതിരിക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇതൊക്കെ സത്യമായിരിക്കണമെന്നില്ല. നീ അന്ധവിശ്വാസം പരത്തുവന്നൊന്നും പറഞ്ഞേക്കല്ലേ ദൈവമേ. ഞാൻ അങ്ങനെയല്ല, ഒരു ആത്മാവിൻ്റെ കാര്യം പറയുന്നത് എടുത്തിട്ടാണ് കാര്യം. കിച്ചു ഇപ്പം ഓരോരുത്തരും പറയുന്നുണ്ട്, ഇപ്പം അവൻ രക്ഷപ്പെട്ട് വരുന്നു, അവൻ കയറി വരുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതെല്ലാം അവൻ്റെ കഷ്ടപ്പാടിൻ്റെയും കൂടെയാണ്, കയറി വരും എല്ലാം. അങ്ങനെ നല്ലതായിട്ട് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ പറയാഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരു ഫോൺ കോളിലൂടെ തീരാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കരച്ചിലൂടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവർക്കിടയിൽ. അത് മറ്റുള്ളവർ കൊണ്ടുവന്ന് വെച്ച് അത് വേറെ രീതിക്ക് വ്യാഖ്യാനിച്ച് അവർ ഒരുപാട് അകലങ്ങളിലേക്ക് നീങ്ങി പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അതിപ്പം രേണുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരുന്നവർ തന്നെയാണ് അത് പറഞ്ഞ് അകലങ്ങളിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇങ്ങനൊരു മോശം കാര്യം കിച്ചുവിൻ്റെ ചെവിയിലെത്തുമ്പോൾ അവൻ എത്രമാത്രം ഒരു വിഷമമുണ്ടാവും. അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അപ്പോൾ വീണ്ടും ആരോടാണ് ദേഷ്യം വരുന്നത്? രേണുവിനോട്. അവരുടെ ആൾക്കാരാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ വീണ്ടും ഇവരിലേക്കുള്ള അകന്ന് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രോഗാവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് നമ്മൾ പറയണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിറക്കേണ്ട. അങ്ങനെ വലിച്ചിറക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നടന്ന രേണുവായിരിക്കും. രേണു കിച്ചു ആ ഒരു വീഡിയോ ഇട്ടതിന് അതെടുത്ത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ പറ്റി രേണു മാനസികമായിട്ട് തകർന്നൊരു വീഡിയോ അവൻ ചെയ്തില്ലേ. അങ്ങനെയുള്ളപ്പോൾ മൗനമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല മകനല്ലേ, മൗനമായിട്ടിരിക്കുക. അവൻ വരേണ്ട സമയത്ത് അവൻ വരും. അവന് നിങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എത്രയാണ് അവൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങളോടൊരു ഇഷ്ടം കാണാതിരിക്കത്തില്ല. കാര്യം അവനിപ്പോഴും അമ്മയെന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. ആ അമ്മയെന്ന് വിളിക്കുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ആ ഒരു അമ്മയുടെ സ്ഥാനമുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് അത് മോശമാക്കി ഇല്ലാതാക്കാതിരിക്കാൻ നോക്കുക. ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കൊണ്ട് ആ ഒരു വീഡിയോ നിർത്തണമെന്നാണ് വിചാരിച്ചത്. മറ്റ് കണ്ടന്റുകളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.